വതസ്ദാദു വുജൂഹുഹും ബയാദൻ വഇശ്റാഖാ. ഏതൊരു മാതാപിതാക്കളുടെ സന്താനങ്ങൾ ഈ ഭൂലോകത്ത് നന്മ ചെയ്യുന്നവരായി മാറുന്നുവോ, നന്മയുടെ വക്താക്കളായി മാറുന്നുവോ, ധർമ്മധാരയിൽ സഞ്ചരിക്കുന്നവരാകുന്നുവോ, ഫയഫറഹൂന ബിഹസനാതിഹിം, ആ മാതാപിതാക്കൾ അവരുടെ നന്മകൾ കണ്ടുകൊണ്ട് ഖബറിൽ സന്തോഷിക്കുമത്രേ. വതസ്ദാദു വുജൂഹും ബയാദൻ വഇശ്റാഖാ, അവരുടെ മുഖം അങ്ങനെ പ്രസാദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫത്തഖുല്ലാഹ വലാ തൂദൂ മൗതാകും, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണമേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അവനെ നിങ്ങൾ വഴിപ്പെടണമേ. വലാ തൂദൂ മൗതാകും, നിങ്ങളിൽപ്പെട്ട മരണപ്പെട്ടവരെ നിങ്ങൾ കുറ്റം പറയരുതേ, അവരെ പരിഹസിക്കരുതേ, അവരെ നിന്ദിക്കരുതേ, അവരെ അവഹേളിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഒരാൾക്ക് വേണ്ടി നന്മ ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി നന്മ ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഈസാല് സവാബ് ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാത്തത്, അവർക്ക് വേണ്ടി സദഖ ചെയ്യാത്തത്, അത് ആ മരിച്ചുപോയവരെ അവഹേളിക്കുന്നതിന് തുല്യമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മയ്യത്തടക്കം ചെയ്തിട്ട് ആ മയ്യത്തിന്റെ ഖബറിന്റെ ഓരത്ത് നിന്ന് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ല നിങ്ങൾ അല്പം നിൽക്കണമേ, പോകരുതേ പോകരുതേ. ഇസ്തഗ്ഫിറൂ ലി അഖീകും, ഇസ്തഗ്ഫിറൂ ലി അഖീകും ഫഇന്നഹുൽ ആന യുസ്അൽ വസലൂ ലഹു അത്തസ്ബീത്. നിങ്ങളാരും പോകരുതേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി മഗ്ഫിറത്ത് ചോദിക്കണമേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, നിങ്ങളുടെ സഹോദരന്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണമേ. നിങ്ങൾ ആരും പോകരുതേ, ആ ഖബറിന്റെ ഓരത്ത് നിന്നുകൊണ്ട് ആ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ, ഖബറാളികൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ഖബറാളികൾക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ. ആ ഖബറാളികളെ ചോദ്യം ചെയ്യാൻ വരുമ്പോ അവർക്കവിടെ സുസ്ഥിരതയുണ്ടാകുന്നതിന് വേണ്ടി അവരുടെ ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോകാതെ ധൈര്യസമേതം സ്ഥൈര്യത്തോടെ മുൻകര നക്കീറിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോകാതെ വിറച്ചു പോകാതെ മറുപടി പറയാനുള്ള ചങ്കൂറ്റത്തിന് വേണ്ടി നിങ്ങൾ ആ ഖബറിന്റെ അരികെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി യാചിക്കണമേ, ചോദിക്കണമേ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖബറാളികളോടുള്ള ഉത്തരവാദിത്തമാണത്, മരണപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്തമാണത്. വലാ തൂദൂ മൗതാകും, നിങ്ങൾ നിങ്ങളുടെ മരണപ്പെട്ടു പോയവർക്ക് നിങ്ങൾ ഒരു നിലയ്ക്കും അവഹേളന നടത്തരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സാറ ഖബ്റ അബവൈഹി ഫീ കുല്ലി ജുമുഅ കുതിബ ലഹു ബർറാ. ആരൊരാൾ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളിയാഴ്ച രാവിൽ ദുആ ചെയ്യുന്നുവോ അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണപ്പെട്ടവരെ അനാവശ്യങ്ങൾ വിളിച്ചു പറയരുതേ, അവരെ വേദനിപ്പിക്കരുതേ, അവരെ പ്രയാസപ്പെടുത്തരുതേ. എത്ര മോശക്കാരനായാലും എത്ര നല്ലവനായാലും മരിച്ചുപോയവനെ കുറ്റം പറയരുതേ, മരിച്ചുപോയവരെ കുറ്റം പറയരുതേ. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരാളെ പോലും ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ആരെയും ആക്ഷേപിച്ചിട്ടില്ല, ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. പരിശുദ്ധ പ്രവാചകന്റെ വഴികളെ സ്വീകരിക്കുന്ന നമുക്ക് വേണ്ടത് നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിം സമുദായം നമ്മെ ആരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ പാടില്ല. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണിത്, പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉ
عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. പരിശുദ്ധ ഖുർആനിന്റെ സാരഥികളാണ് നമ്മൾ. പരിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ വിളിയാളമാണ്, ലോകത്തിന്റെ സന്ദേശമാണ്. ലോക മുസ്ലിമേ നിന്റെ വഴികാട്ടിയാണ്. മുത്തഖീങ്ങളെ, അല്ലാഹുവിനെ വഴിപ്പെടുന്നവരെ, സ്വർഗ്ഗലോകത്തെ പ്രതീക്ഷിക്കുന്നവരെ, അവർക്കുള്ള വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആനെങ്കിൽ അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. നിസ്സംശയം പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ്. അവരെ യഥാർത്ഥ വഴികളിലേക്ക് സത്സരണിയിലേക്ക്, സ്വർഗത്തിന്റെ പന്ഥാവിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഗ്രന്ഥത്തെ വിശ്വസിക്കാത്തവൻ ഈമാനില്ലാത്തവനാണ്, വിശ്വാസമില്ലാത്തവനാണ്. അവൻ നാളെ നരകകുണ്ടാരത്തിന്റെ അടിമയാണ്. അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള അവസരമില്ല. ആ പരിശുദ്ധ ഖുർആൻ ഓതാതെ, പരിശുദ്ധ ഖുർആനോടുള്ള ഹക്ക് നിറവേറ്റാതെ ആരൊരാൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുവോ ആ ഖുർആൻ നാളെ അവനെതിരായി ഭമിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഖുർആൻ നാളെ അവനെതിരെ ശാപപ്രാർത്ഥന നടത്തുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് നാളെ ഖുർആൻ ശഫാഅത്ത് ചെയ്യുമെന്നും നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പുണ്യമായ രാപ്പകലുകളെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നില്ലയോ? പകലിന്റെ സമയങ്ങളിൽ നോമ്പ് പിടിക്കുകയും അതിന്റെ രാത്രി സമയങ്ങളിൽ ഖുർആൻ ഓതുകയും ചെയ്താൽ നാളെ മഹ്ശറ വൻസഭയിൽ രണ്ട് കാര്യമാണ് നാളെ നമുക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്നത്, ശുപാർശ ചെയ്യുന്നത്. ഒന്ന്, പകലിന്റെ സമയത്തുള്ള നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമത്രേ. രണ്ട്, പാതിരാ സമയത്ത് ഉറക്കമിളിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ ആ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ആ ഖുർആനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ഏതൊരു മാതാവ്, ഏതൊരു പിതാവ് തന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചുവോ, ഖുർആൻ കാണാതെ പഠിപ്പിച്ചുവോ, തന്റെ മക്കളെ ഹാഫിളീങ്ങളാണെന്ന് ഏതൊരു മാതാപിതാക്കൾ അഭിമാനം കൊള്ളുന്നുവോ, നാളെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് ഹാഫിളീങ്ങളായ മക്കൾ തന്റെ മാതാപിതാക്കളെ കൈക്ക് പിടിച്ചുകൊണ്ട് ഓരോ ആയത്തും ഓതി സ്വർഗത്തിന്റെ പടവുകളെ കയറി സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വെറുതെയല്ല, വലതുഭാഗത്ത് തന്റെ ഉപ്പാന്റെ കൈ പിടിക്കുമ്പോ ആ ഉപ്പാന്റെ നെറുകം തലയിൽ താജെന്ന കിരീടമാ. ഇടത് ഭാഗത്ത് തന്റെ ഉമ്മാന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നടുക്ക് നിന്നുകൊണ്ട് ഹാഫിളായ തന്റെ മക്കള്, തന്റെ മാതാപിതാക്കളെ തൊളിച്ചു കൊണ്ടുപോകുമ്പോ ഉപ്പാക്കും ഉമ്മാക്കും ഒരു കിരീടം സമ്മാനിക്കപ്പെടുമെന്നും ആ കിരീടത്തിന്റെ അവകാശികളായി ഹാഫിളായ തന്റെ മക്കളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനം അലങ്കരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ട് ഖുർആനിന്റെ വഴികളെ തെരഞ്ഞെടുത്തവർക്ക്, ഖുർആനിന്റെ വാക്കുകളെ സ്വീകരിച്ചവർക്ക്, ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിച്ചവർക്ക് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിനെ, ആ മണ്ണ് ആ മയ്യത്തിനെ വേദനിപ്പിക്കുകയില്ല. പരിശുദ്ധ ഖുർആനാണിത്, ഖുർആനിന്റെ ഉള്ളടക്കമാണിത്, ഖുർആനിന്റെ സൂക്തങ്ങളാണിത്, ഖുർആനിന്റെ വചനങ്ങളാണിത്. ഈ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, അല്ലാഹുവിന്റെ സത്യസന്ദേശമാണിത്. ദിവ്യ സന്ദേശമായ ഖുർആനിനെ വേദനിപ്പിക്കാൻ ആ ഖബറുകൾ തയ്യാറാവുകയില്ല. അല്ല എങ്കിൽ ഒരു മനുഷ്യനെ പോലും ഖബർ വെറുതെ വിടുകയില്ല, ഒരാളെ പോലും ഖബർ വെറുതെ വിടുകയില്ല. ഒരു പൊന്നുമോൾ, ഒരു കുഞ്ഞുമോൾ, ഒരു കൊച്ചുകുട്ടിയെ അല്ലാഹുവിന്റെ റസൂല് ഖബറടക്കം ചെയ്തതിനു ശേഷം ആ ഖബറിന്റെ ഓരത്ത് നിന്ന് നിറ കണ്ണുകളോട് ലോകത്തോട് വിളിച്ചു പറയുകയാ, ഇന്നലിൽ ഖബരി ലമ്മാ. തീർച്ചയായും ഖബറിനൊരു ഞെരുക്കമുണ്ട് സ്വഹാബത്തെ, ഖബർ ഞെരുക്കും സ്വഹാബത്തെ. ലൗ കാന അഹദുൻ മിൻഹാ നാജിയാ ലകാന ഹാദാ സബീ. ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ, ആരെയെങ്കിലും ഖബർ ഞെരുക്കാതെ വെറുതെ വിടുമായിരുന്നെങ്കിൽ
ലകാന ഹാദ സബീ, ഈ പൊന്നു മോനെ ഖബർ വെറുതെ വിടുമായിരുന്നു. അതുകൊണ്ട് സഹാബത്തെ ഖബർ വെറുതെ വിടുകയില്ല, ഒരാളെ പോലും ഖബർ വെറുതെ വിടുകയില്ല. ആ സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ ആരൊരാൾ മനപ്പാഠം ചെയ്തുകൊണ്ട് ആ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കുന്നുവോ, ആ വ്യക്തിയുടെ ഖബർസ്ഥാനത്തിലേക്ക് ആ ശരീരത്തെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരത്തെ മണ്ണ് ഒന്നും ചെയ്യുകയില്ല, ഖബർ ഒന്നും ചെയ്യുകയില്ല. കാരണം അത് അല്ലാഹുവിന്റെ ഖുർആന്റെ സന്ദേശങ്ങളാ. അതുകൊണ്ട് ഖുർആനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പർവ്വതം തവിട് പൊടിയായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിആ خاشعا متصدعا من خشية الله خاشعا متصدعا من خشية الله. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെങ്ങാനും പർവ്വതസാനുക്കളുടെ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനോടുള്ള ഭവ്യത ഓർത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനോടുള്ള ഹക്ക് ഓർത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യതകളെ തനിക്ക് നിറവേറ്റാൻ കഴിയാതെ വന്നുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തകർന്ന് തരിപ്പണമാകുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കണമേ മാനവലോകമേ. ആ ഖുർആന് കളിയല്ല, ഖുർആന് ചിരിയല്ല, ഖുർആന് തമാശയല്ല, ഖുർആന് രസമല്ല, വഴികാട്ടിയാണ്, സ്വർഗത്തിലേക്കുള്ള പാതയാണ്, നരകത്തിന്റെ രക്ഷാകവാടമാണ്. സ്വർഗത്തിലേക്കുള്ള പാതയാണ്, നരകത്തിന്റെ മറയാണ് ഖുർആൻ. ആ ഖുർആനാണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു സമുദായവും അടുത്ത സമുദായത്തെ ആക്ഷേപിക്കല്ലേ, പരിഹസിക്കല്ലേ, കളിയാക്കല്ലേ, നിന്ദിക്കരുതേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ചവരാണല്ലോ മക്കക്കാരായ കുഫാറുകൾ. തായിഫിന്റെ തെരുവോരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ പോയപ്പോ പരിശുദ്ധ പ്രവാചകൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച ധിക്കാരി വർഗം ഹബീബായ തങ്ങളുടെ മുബാറക്കായ ശരീരത്തിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോ തായിഫിന്റെ മണ്ണിലെങ്ങാനും ഹബീബായ തങ്ങളുടെ മുബാറക്കായ രക്തം വീണുപോയാൽ തായിഫിനെ അല്ലാഹു തആല തകിടം മറിക്കുമെന്നതിൽ രണ്ടർത്ഥമില്ല, സംശയമില്ല. പക്ഷേ ലോകത്തിന്റെ കാരുണ്യവാൻ, ലോകത്തിന്റെ വിപ്ലവം, ലോകത്തിന്റെ വസന്തം, മാനവ ജീവിതത്തിന്റെ മുന്നിലെ വഴികാട്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച തായിഫിന്റെ മക്കൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായില്ല സഹോദരാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന രക്തത്തിന്റെ തുള്ളി ഹബീബായ തങ്ങൾ ഒരു തുണി കൊണ്ട് തുടച്ചു മാറ്റുകയാ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞില്ലേ, ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേ വേദനിപ്പിച്ചവരാണിവർ, അങ്ങയെ വേദനിപ്പിച്ചവരാണിവർ, അങ്ങയെ പീഡിപ്പിച്ചവരാണിവർ, അങ്ങയുടെ മുതുകത്ത് ചവിട്ടിയവരാണിവർ, അങ്ങയുടെ മുഖത്തടിച്ചവരാണിവർ, അങ്ങയുടെ പല്ലടിച്ചു കൊഴിച്ചവരാണ്, അങ്ങയ്ക്ക് ദാഹജലം പോലും തരാതെ ഉപരോധം ഏർപ്പെടുത്തിയവരാണ്. ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്, അവരെ ശപിക്കൂ നബിയേ, അവരെ ശപിക്കൂ നബിയേ, ശാപപ്രാർത്ഥന നടത്തൂ നബിയേ, അവരെ ആക്ഷേപിക്കൂ നബിയേ, അവരെ അധിക്ഷേപിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞപ്പോ മാ ബുഇസ്തു ലഅനാ ഇന്നമാ ബുഇസ്തു റഹ്മതൻ, ലോകത്തിന്റെ കാരുണ്യവാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ, ജിബ്രീലിന്റെ സതീർത്ഥ്യനായ മുഹമ്മദ് മുസ്തഫ, മാലാഖമാരുടെ ആനന്ദമായ മുഹമ്മദ് മുസ്തഫ,
പരിശുദ്ധ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞ വാക്കെന്താണ്? ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ആരെയും പരിഹസിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ആരെയും നിന്ദിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല. ഇന്നമാ ബുഇസ്തു റഹ്മതൻ ലിൽ ആലമീൻ. ലോകങ്ങളുടെ മുഴുവനും രക്ഷയും, ലോകങ്ങളുടെ മുഴുവനും സത്യവും, ലോകങ്ങളുടെ മുഴുവനും ഉദാരതയും, ലോകങ്ങളുടെ മുഴുവനും കാരുണ്യവും, ലോകങ്ങളുടെ മുഴുവനും വസന്തവും, ലോകങ്ങളുടെ ഐക്യവും, ലോകങ്ങളുടെ സാഹോദര്യവും, ലോകങ്ങളുടെ സഹിഷ്ണുതയുമാണ് ഞാനെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ വെച്ച് പറഞ്ഞെങ്കിൽ ആ നബി തങ്ങളുടെ നാവിലൂടെ നമുക്ക് അല്ലാഹു അറിയിച്ചു തന്ന ഖുർആനിലൂടെയാ പറയുന്നത്, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. ഒരാളും മറ്റൊരാളെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. ആഖിബത്ത് ആരുടെയാണ് നന്നാവുക എന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലുള്ള മയ്യത്തിന്റെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞ സഹാബിയെ പോലും താക്കീത് ചെയ്തെങ്കിൽ ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. ഒരുപക്ഷെ അറിയാതെ അനാവശ്യമായി ഒരാളെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയ വ്യക്തിയാണ് ഈ കിടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അള്ളാന്റെ അടുക്കൽ ഇദ്ദേഹത്തിന് ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് ഒരാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. അത്രത്തോളം സൂക്ഷ്മത പുലർത്തുകയാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെങ്കിൽ ആരെയും കളിയാക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. ഒരൊറ്റ ചരടിലെ മക്കളാണ്, ഒരു സമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ് നമ്മൾ. ഏതൊരു ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് നമസ്കരിക്കുന്നുവോ ലോകത്ത് എത്രയെത്ര പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്, ലോകത്ത് എത്രയെത്ര മതകാര്യ വകുപ്പുകളുണ്ട്, ലോകത്ത് എത്രയെത്ര മതങ്ങളുണ്ട്, ലോകത്ത് എത്രയെത്ര മതനേതാക്കളുണ്ട്, ലോകത്ത് എത്ര ബുദ്ധവിഹാരങ്ങളുണ്ട്, എത്ര ഗുരുദ്വാരകളുണ്ട്, എത്ര അമ്പലങ്ങളുണ്ട്, എത്ര ചർച്ചുകളുണ്ട്. ഇവിടെയൊന്നും കാണാൻ കഴിയാത്ത ജനകീയ ജനാധിപത്യത്തിന്റെ വർണ്ണഭംഗിയാണ് പരിശുദ്ധമായ പള്ളികളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഒരൊറ്റ ഇമാമിന്റെ തക്ബീറിന്റെ മണികളോടുകൂടി ആയിരങ്ങളും പതിനായിരങ്ങളും ഒരേപോലെ അണിഞ്ഞു നിൽക്കുകയും ഒരേപോലെ തോളോട് ചേർന്ന് നിൽക്കുകയും ഒരേപോലെ സുജൂദ് ചെയ്യുകയും ഒരേപോലെ അത്തഹിയാത്തിലിരിക്കുകയും ചെയ്യുന്ന പാവനത്വം ലോകത്ത് ഒരൊറ്റ ആരാധനാലയങ്ങളിൽ കാണാൻ കഴിയില്ല. അത് പരിശുദ്ധ ഇസ്ലാമാണ് ലോകത്ത് പഠിപ്പിച്ചു തന്നതെങ്കിൽ മദീന പള്ളിയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ട അതേ ബാങ്ക് തന്നെയാണ് 21ാം നൂറ്റാണ്ടിൽ ഈ ആലമ്പാടി പള്ളിയിലും മുഴങ്ങുന്ന ബാങ്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ ഓതിയ അതേ ഫാത്തിഹ സൂറത്താണ് ഇന്ന് ആലമ്പാടി പള്ളിയിലെ നമസ്കാരത്തിനും നാം ഇന്ന് ഓതുന്നതെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ വെച്ച് ചൊല്ലിയ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറാണ് ഇന്നും ഈ ആലമ്പാടി പള്ളികളിലല്ല ലോകത്തിന്റെ എത്രയെത്ര മുസ്ലിം പള്ളികളുണ്ടോ ആ പള്ളികളെല്ലാം ഇന്ന് ഗർജിക്കുന്നത് നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്ന വുളൂവാണ് ഇന്ന് ഞാനും നിങ്ങളും നമസ്കാരത്തിന് മുമ്പ് തന്നെ എടുക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന വുളൂവിന് വിപരീതമായി ഇന്ന് ഒരു ഗ്രൂപ്പുകാരും ചെയ്യുന്നില്ല സഹോദരാ. ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ ഈ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടാക്കുന്നത്, ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ തമ്മിലടിക്കുന്നത്, ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ പള്ളിക്കകത്ത് കത്തിക്കുത്ത് നടത്തുന്നത്. പരിശുദ്ധ പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്. പള്ളിക്കകത്ത് അഭയം തേടുന്നവനെ ഒന്നും ചെയ്യരുത്, പള്ളിക്കകത്ത് കൊലവിളി നടത്തരുത്, പള്ളിക്കകത്ത് തെറി വിളിക്കരുത്, പള്ളിക്കകത്ത് ആരെയും ആക്ഷേപിക്കരുത്. അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളികൾ, അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കേണ്ടതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ആ പള്ളിക്കകത്ത് ദിക്റുകൾ മുഴങ്ങേണ്ട പള്ളിയാണ്, സ്വലാത്തുകൾ മുഴങ്ങേണ്ട പള്ളിയാണ്, ഖുർആൻ പാരായണങ്ങൾ മുഴങ്ങേണ്ട പള്ളിയാണ്. ആരെയും കൊലവിളി നടത്താനുള്ളതല്ല, ആരോടും പ്രതികാര നടപടി സ്വീകരിക്കാനുള്ളതല്ല. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ.
പരിശുദ്ധമായ കഅബ എന്ന ആരാധനാലയമുണ്ടല്ലോ, ലോകത്ത് ആദ്യമായിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു ലോകത്തിന്റെ മുന്നിൽ നിർമ്മിച്ചു കൊടുത്ത കഅബയാണല്ലോ. ഇന്ന് ലക്ഷങ്ങൾ ആ കഅബയെ വലയം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫമൻ ദഖലഹു കാന ആമിനാ. ആ കഅബയ്ക്കകത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ ഒന്നും ചെയ്യരുതേ, അവനെ വെറുതെ വിടണമേ. ആ കഅബയ്ക്കകത്തേക്ക് കയറി വന്ന് ആരെങ്കിലും സഹായം തേടിയാൽ അവനെ സംരക്ഷിക്കണമേ, അവനെ വേദനിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേക ശാസ്ത്രം. ഈ ആലമ്പാടി പള്ളിയിൽ നിന്ന് ആ കഅബയിലേക്ക് നോക്കിയാണ് തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചാലും ആ കഅബയിലേക്ക് നോക്കിയാണ് നമസ്കരിക്കുന്നത്. ഫലസ്തീനിന്റെ മക്കളെ, അവരും ഇന്ന് നമസ്കരിക്കുന്നത് കഅബയിലേക്ക് നോക്കിക്കൊണ്ടാ. ഇറാഖിന്റെ മക്കളും കുവൈറ്റിന്റെ മക്കളും മൊറോക്കോയുടെ മക്കളും ന്യൂയോർക്കിലെ മക്കളും എന്ന് അല്ലാഹയെ വിളിക്കണമെങ്കിൽ ആ കഅബയിലേക്ക് നോക്കിക്കൊണ്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ കഅബയ്ക്കകത്ത് അല്ലാഹു വെച്ച തീരുമാനം എന്തെന്നറിയുമോ? ആ കഅബയിലേക്ക് ആരെങ്കിലും വന്ന് അഭയം തേടിയാൽ അവനെ വേദനിപ്പിക്കരുതേ. 21-ാം നൂറ്റാണ്ടിൽ ഉംറയ്ക്ക് പോകുന്നവരെ, ഹജ്ജിന് പോകുന്നവരെ, ഇന്നും നിങ്ങൾ കഅബയ്ക്കകത്ത് തവാഫ് ചെയ്യുമ്പോ, ആ കഅബയെ വലയം ചെയ്യുമ്പോ, ആ മതാഫിലൂടെ കടന്നു പോകുമ്പോ, ആ മതാഫിലൂടെ പ്രദക്ഷിണം ചെയ്യുമ്പോ എത്രയെത്ര പോക്കറ്റടിക്കാരെ കാണാൻ കഴിയും. എത്രയെത്ര അഹങ്കാരികൾ പരിശുദ്ധമായ കഅബയുടെ മഹത്വം പോലും മനസ്സിലാക്കാതെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളെ ശല്യം ചെയ്യുന്നവര് കാണും. അവര് മുനാഫിഖീങ്ങളായ അഹങ്കാരികളാണ്. പക്ഷേ ആ അഹങ്കാരികളുടെ ഓരോ രംഗങ്ങളും ക്യാമറ ഒപ്പിയെടുക്കുമ്പോ പോലീസുകാര് വന്ന് നേരിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോവലല്ല ചെയ്യുന്നത്. ആ അഹങ്കാരികളോടൊപ്പം അവർ ആ കഅബയെ വലയം ചെയ്യുകയാ. ആ അഹങ്കാരി അറിയുന്നില്ല എന്റെ പിന്നില് പോലീസ് ഉണ്ട്, എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, എന്റെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട്. പോലീസ് പോലും അറിയുകയില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ആ അഹങ്കാരിയെ, ആ കള്ളനെ, നെറികെട്ടവനെ മെല്ലെ മെല്ലെ തള്ളി തള്ളി ആ മതാഫിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുക. ആ കഅബയുടെ ഓരത്ത് വെച്ച് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുകയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, ഫമൻ ദഖലഹു കാന ആമിനാ. ആരൊരാളെ കഅബയുടെ മുറ്റത്തേക്ക് കടന്നു വന്നാൽ അവന് പരിപൂർണ സംരക്ഷണം നൽകണേ, പരിപൂർണ സംരക്ഷണം നൽകണേ. ആരെയും കൊല്ലരുതേ, ആരെയും അടിക്കരുതേ, ആരെയും ആക്ഷേപിക്കരുതേ. വേട്ടയാടപ്പെടുന്ന മൃഗങ്ങൾ വന്നാൽ പോലും ആ അവറ്റകളെ നിങ്ങൾ വേട്ടയാടരുതേ. ഇത് പഠിപ്പിച്ച ഖുർആനാണ്. പള്ളിക്കകത്ത് അഹങ്കാരങ്ങളും ശബ്ദകോലാഹലങ്ങളും ഉയർത്തരുതേ. ഇത് അല്ലാഹുവിന്റെ വീടാണ്, അല്ലാഹുവിന്റെ വീടാണ്. അതിന് മഹത്വമുണ്ട്, അതിന് മഹത്വമുണ്ട്. അത് ആരുടെയും പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള സ്ഥലമല്ല. പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ചത് ആർക്കെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ പള്ളിയെ സമീപിക്കണമേ, പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് നമസ്കരിക്കണമേ. നിങ്ങളുടെ ആവലാദികളും വേവലാദികളും ആ പള്ളിക്കകത്ത് വെച്ച് റബ്ബിനോട് പറയണമേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയും മദീന പള്ളിയെയും വലയം ചെയ്യാൻ, മദീന പട്ടണത്തെ വലയം ചെയ്യാൻ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ സംഭവിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ നേരെ മദീന പള്ളിയിലേക്ക് വരുമായിരുന്നു. പള്ളിക്കകത്ത് കയറി സൂര്യഗ്രഹണത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ, ചന്ദ്രഗ്രഹണത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് സഹായം തേടിയെങ്കിൽ ലോകമേ 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 സകലമായ പ്രശ്നത്തിന്റെ പരിഹാരമാണ് മസാജിദുല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയാണ്. ആ പള്ളിക്കകത്ത് ശബ്ദ കോലാഹലം ഉണ്ടാക്കരുതേ. മലക്കുകൾ രേഖപ്പെടുത്തും. ആ മലക്കുകളുടെ ശാപം കിട്ടിയാൽ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുകയില്ല. ആഖിബത്ത് മോശമായി പോകും. അല്ലാഹുവിന്റെ പള്ളിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമേ. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ.
സത്യവിശ്വാസികളെ, നിങ്ങൾ ആരും അപരരെ ആക്ഷേപിക്കരുതേ. ആക്ഷേപിക്കപ്പെടുന്നവൻ ആക്ഷേപിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനായേക്കാം, ഉത്കൃഷ്ടനായേക്കാം, മഹോന്നതനായേക്കാം. അള്ളാന്റെ അടുക്കൽ ആരാണ് ഉത്കൃഷ്ടൻ, ആരാണ് നിന്ദ്യനെന്ന് ആർക്കും അറിയില്ല. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കപ്പെടുന്ന പെണ്ണ് ആക്ഷേപിക്കുന്ന പെണ്ണിനേക്കാൾ അള്ളാന്റെ അടുക്കൽ ഉത്തമയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ കളിയാക്കരുതേ, പരിഹസിക്കരുതേ, നിന്ദിക്കരുതേ, തെറി പറയരുതേ, ആക്ഷേപിക്കരുതേ. പരിശുദ്ധ ഖുർആൻ ഇതുവരെ എന്ന് വെച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വലാ തനാബസൂ ബിൽ അൽഖാബ്. ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമായ സഹോദരനും സഹോദരിക്കും തന്റെ മാതാപിതാക്കൾ നല്ല ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേരല്ലാതെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇരട്ട പേരിട്ട് ഒരാളെ വിളിക്കരുതേ, വിളിക്കരുതേ, വിളിക്കരുതേ. അങ്ങനെ വിളിച്ചു പോയാൽ അവന്റെ നന്മ അല്ലാഹു നിനക്കെടുത്തു തരുമെന്ന് നബി തങ്ങൾ നമ്മളെ അറിയിക്കുകയാ. എത്രത്തോളം ഒരാളെ ആക്ഷേപിച്ചാൽ ആ ആക്ഷേപിക്കപ്പെട്ടവൻ നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വന്നിട്ട് പറയും, അല്ലാ, എന്നെ ആക്ഷേപിച്ചവനാണ് ഈ വരുന്നവൻ, എന്നെ അടിച്ചവനാണ് ഈ വരുന്നവൻ, എന്നെ തെറി പറഞ്ഞവനാണ് ഈ വരുന്നവൻ, എന്നെ അപരാധം പറഞ്ഞവനാണ് ഈ വരുന്നവൻ. അതുകൊണ്ട് അല്ലാഹുവേ, ദുനിയാവിൽ വെച്ച് എന്നെ അപരാധം പറഞ്ഞപ്പോ ഞാൻ അതെല്ലാം ക്ഷമിച്ചു പടച്ചവരെ, സഹിച്ചു പടച്ചവനെ, ഇനി ഇപ്പോൾ നീതിമാനാണ്, നീതിയുടെ ഉടമസ്ഥനാണ്, ഞങ്ങൾക്ക് നന്മ കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് വിധി നിർണയം നടത്തണമേ. നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ